നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭാരത് ഗ്യാസിൻ്റെ റെഗുലേറ്ററിൻ്റെ നോബ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഈ ഒരു നോബ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പുതിയത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള നമുക്ക് റെഗുലേറ്റർ കിട്ടിയിരിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 350-400 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് സുരക്ഷയുടെ LPG ഹോസ്, നമ്മൾ ഹോസും കൂടെ ചേഞ്ച് ചെയ്യുവാണ്. ചെറിയ ക്രാക്കൊക്കെ വന്നിട്ടുണ്ട്. 2-3 വർഷത്തേക്ക് ആയി നിങ്ങളുടെയും ഹോസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോസും കൂടെ മാറിയിടാൻ സാധിക്കുന്നതായിരിക്കും. ഇത് രണ്ടും പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോണിൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പഴയ ഓസ് ഇതുണ്ടോ, ഇത് ഡാമേജ് ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് പഴയ ഓസ് നമുക്ക് ഈ ഒരു കണക്ടറിൽ നിന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ കണക്ടറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, പതുക്കെ ഊരിയെടുക്കുക. അപ്പം നമ്മൾ പുതിയ ഹോസ് കവറിൽ നിന്ന് നമ്മൾ മേടിച്ച ഹോസ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് അറ്റവും കുറച്ച് നേരം ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കാൻ ഇവർ പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻ്റെ അകത്ത്. നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഹോസ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം സ്റ്റൗവായിട്ട്. കുറച്ച് ബലമുണ്ട്, രണ്ടെടുത്തിട്ട് കറക്കി മാക്സിമം എൻഡ് വരെ പുഷ് ചെയ്ത് എത്തിക്കുക. ഇതിനുശേഷം നമുക്ക് റെഗുലേറ്ററിൻ്റെ നോബ് ഇതിലേക്ക് കയറ്റി വിടാം. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഗ്യാസ് പതുക്കെ ഓണാക്കി നോക്കാം. ഇപ്പോൾ ഗ്യാസ് ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് ലീക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് മാറുക. ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഇവിടെയും കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടിടത്തും എക്സ്ട്രാ ഒരു ഇൻസുലേഷൻ ടേപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുറേ നേരം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഗ്യാസ് ലീക്ക് ആവുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമുക്ക് തീ കത്തിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് തന്നെ സെയിം ആയിട്ട് ഒറിജിനലായിട്ടുള്ള ഓസ്, അതുപോലെ തന്നെ ഒറിജിനലായിട്ടുള്ള റെഗുലേറ്ററും വാങ്ങുന്നതിന് വേണ്ടി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സെയിം ഒറിജിനലായിട്ട് ഫുൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, താങ്ക് യു.